ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വിച്ചിങ് എന്താണെന്ന് പഠിച്ചു. അതിൽ 3 ടൈപ്പ് സ്വിച്ചിങ് ഉണ്ടായിരുന്നു. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് DTE-DCE ഇൻ്റർഫേസ് ആണ്. DTE മീൻസ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഡാറ്റ കൺട്രോൾ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് ആണ് DCE എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മൾ മെയിനായിട്ട് ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്ന സമയത്ത് DTE-DCE ഇൻ്റർഫേസ് വരുന്നത്. ഓക്കെ, ഇവിടെ DTE എന്ന് പറയുന്ന ഒരു ടെർമിനൽ ഉണ്ട്. ദെൻ അതുപോലെ DCE. ഈ DTEൻ്റെയും DCEൻ്റെയും ഇൻ ബിറ്റ്വീനായിട്ടാണ് ഇൻ്റർഫേസ് വരുന്നത്, DTE-DCE ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓരോന്നും DTE എന്താണെന്നും DCE എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ the DTE generates the data and passes them along with any necessary control characters to DCE. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഡാറ്റ ഒരു റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം റിസീവർ സൈഡിലും സെൻഡർ സൈഡിലും റിസീവർ സൈഡിലും എന്തുണ്ടായിരിക്കും? ഈ DTE-DCE ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡാറ്റനെ ജനറേറ്റ് ചെയ്യുക ഈ DTE ആയിരിക്കും. ഓക്കെ, DTE ജനറേറ്റ് ദ ഡാറ്റ ആൻഡ് പാസസ് ദം. എന്നിട്ട് അതെന്ത് ചെയ്യും? DCEയിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. DTE ഡാറ്റ ജനറേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ജനറേറ്റ് ചെയ്തതിന് ശേഷം അതെന്തായാലും എവിടേക്ക് സെൻഡ് ചെയ്യും? DCEയിലേക്ക് സെൻഡ് ചെയ്യും. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് എന്തുണ്ടാവും? ഒരു ഇൻ്റർഫേസ് ഉണ്ട് കേട്ടോ. The DCE converts the signal to a format appropriate to the transmission medium and introduces it into the network link. That means നമ്മൾ DTE ജനറേറ്റ് ചെയ്ത ഡാറ്റനെ DCEയിലേക്ക് സെൻഡ് ചെയ്യും എന്ന് പറഞ്ഞു. ഇനി ഈ DCEൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് DTEയിൽ നിന്നും ജനറേറ്റ് ചെയ്ത ഡാറ്റനെ ഏത് അപ്രോപ്രിയേറ്റ് ഫോർമാറ്റിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, അങ്ങനെ അതിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് നെറ്റ്വർക്ക് ലിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, DTE ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ ഒരു പക്ഷേ ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ഫോം ആവണമെന്നില്ല. നമുക്കറിയാം അനലോഗ് ടു ഡിജിറ്റൽ, ഡിജിറ്റൽ ടു അനലോഗ് എന്ന് പറയുന്ന കൺവേർഷൻസൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? DCE ആണ്. ഏത് അപ്രോപ്രിയേറ്റ് ഫോർമാറ്റിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, അങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് ലിങ്കിലേക്ക് ഈ ഒരു ഡാറ്റനെ പാസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, when the signal arrives at the receiving end, this process is reversed. ഇത് റിസീവിങ് എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു DTE ജനറേറ്റ് ചെയ്യുന്നു, DCEയിലേക്ക് അത് പാസ് ചെയ്യും. ദെൻ DCE എന്ത് ചെയ്യും? ഇത് ഏത് ഫോർമാറ്റിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഫോർമാറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഈ ഒരു നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യും അല്ലേ. സോ ഈ നെറ്റ്വർക്കിൽ നിന്ന് എന്ത് ചെയ്യും? നമുക്ക് റിസീവിങ് എൻഡിലേക്ക് എത്തണം. അപ്പോൾ അതെന്ത് ചെയ്യുക? ഈ റിസീവിങ് എൻഡിൽ വീണ്ടും DCEയിലേക്കാണ് പാസ് ചെയ്യുക. നെറ്റ്വർക്കിൽ നിന്ന് DCEയിലേക്ക് പാസ് ചെയ്യും. ഈ DCE ആണ് വീണ്ടും അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഏത് ഫോർമാറ്റിലേക്കാണോ തിരിച്ച് കൺവേർട്ട് ചെയ്യേണ്ടത് അങ്ങോട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്യും. ദെൻ അത് DTE അത് വീണ്ടും ഡീജനറേറ്റ് ചെയ്തിട്ട് റിസീവിങ് എൻഡിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു DTEൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ DTE ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്. ഇവിടെ നമ്മൾ ബൈനറി ഫോമാറ്റാണ്. ഇപ്പോൾ നമ്മളൊരു മോഡം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, അതൊക്കെ ഒരു DTEക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, DTE ഈസ് എനി ഡിവൈസ് ദാറ്റ് ഈസ് എ സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ ഫോർ ബൈനറി ഡിജിറ്റൽ ഡാറ്റ. ബൈനറി ഡിജിറ്റൽ ഡാറ്റയ്ക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഏത് ഡിവൈസിനെ നമുക്ക് എന്ത് പറയാം? DTE എന്ന് പറയാം. ഓക്കെ, DTE ഈസ് എനി ഡിവൈസ് ദാറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഓർ ഡെസ്റ്റിനേഷൻ ഫോർ ബൈനറി ഡിജിറ്റൽ ഡാറ്റ. At the physical layer, it can be terminal, microcomputer, computer, printer, fax machine, or any other device that generate or consumes digital data. നമുക്കറിയാം ഫിസിക്കൽ ലെയറിൽ നമ്മൾ മെയിൻലി ഹാർഡ്വെയർസാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. സോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫിസിക്കൽ ലെയറിൽ യൂസ് ചെയ്യുന്ന ടെർമിനൽ ആവാം, മൈക്രോ കമ്പ്യൂട്ടർ ആവാം, പ്രിൻ്റർ ആവാം, ഫാക്സ് മെഷീൻ ആവാം. ഇതൊക്കെ എന്തായിരിക്കാം?
ഒരു DTE ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡാറ്റ എവിടെയാണോ ജനറേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏത് ഡിവൈസസിനെ നമുക്ക് എന്ത് പറയാം, ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ DTE എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ DTE ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ സിസ്റ്റം തന്നെയാണ് അല്ലേ, നമ്മളെ കമ്പ്യൂട്ടർ തന്നെയാണ്. ദെൻ അത് DCEയിലേക്ക് കൺവേർട്ട് ചെയ്യുക പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് മോഡം ഒക്കെ യൂസ് ചെയ്യുന്നത് DCE ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, DTE do not often communicate directly with one another. Okay, they generate and consume information but need an intermediary to be able to communicate. ആക്ച്വലി ഈ DTE എന്ന് പറയുന്നത് വേറൊരു DTE ആയിട്ട് വേറൊന്നുമായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഓക്കെ, അപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ആക്ച്വലി അവിടെ ഇൻ ബിറ്റ്വീനായിട്ട് നടക്കുന്നത് ബൈനറി കാൽക്കുലേഷൻസ് ആണ് അല്ലേ. അപ്പോൾ ബൈനറിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് പറയുന്നത് DTE ഡയറക്റ്റായിട്ട് വേറൊന്നിലേക്ക് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻ്റർമീഡിയേറ്ററി വേണം. ഓക്കെ, അതായത് അതിനെ ജനറേറ്റ് ചെയ്യുക, ഡാറ്റനെ ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുക മാത്രമേ DTE ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ ഒരു ഇൻ്റർമീഡിയേറ്ററി ആവശ്യമാണ്. വേറൊരു സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ വേറൊരു ടെർമിനലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറൊരു ഇൻ്റർമീഡിയേറ്ററി അവിടെ ആവശ്യമാണ്. അല്ലാണ്ട് അത് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. ഓക്കെ, സോ ഇനി DCE എന്താണെന്ന് പറയാം, ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് എക്യുപ്മെൻറ്റ്, DCE, ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് എക്യുപ്മെൻറ്റ്. A DCE is any device that transmit or receive data in the form of an analog or a digital through a network. DCE എന്ന് പറഞ്ഞാലും ഒരു ഡിവൈസ് തന്നെയാണ്. അതായത് നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ടു അനലോഗ് നമ്മൾ ആ ഒരു ഫോമിനെ കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, DCE എന്ന് പറയുന്നത്, ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. Okay, at the physical layer, a DCE takes data generated by a DTE. ഫിസിക്കൽ ലെയറിൽ എന്തായിരിക്കും, നമുക്കറിയാം DTE ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റയാണ് എടുക്കുന്നത്. ആൻഡ് കൺവേർട്ട് ദം ടു ആൻ അപ്രോപ്രിയേറ്റ് സിഗ്നൽ ആൻഡ് ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ സിഗ്നൽ ഇൻ ടു ദ ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്ക്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, DTEയിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റനെ DCEയിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് ആ DCE ഈ ഡാറ്റനെ എടുത്തിട്ട് എങ്ങോട്ടാണോ ഏത് സിഗ്നലിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള അപ്രോപ്രിയേറ്റ് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്കിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, കോമൺലി യൂസ്ഡ് DCEs അറ്റ് ദിസ് ലെയർ ഇൻക്ലൂഡ് മോഡംസ്. അതായത് മോഡുലേറ്ററും ഡിമോഡുലേറ്ററും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന മോഡംസ് നമുക്കൊരു DCEക്ക് എക്സാമ്പിൾ ആണെന്ന് പറയാം. ഇൻ എനി നെറ്റ്വർക്ക് എ DTE ജനറേറ്റ് ഡിജിറ്റൽ ഡാറ്റ ആൻഡ് പാസസ് ദം ടു എ DCE. ഈ ഏതെങ്കിലും ഏത് നെറ്റ്വർക്ക് ആയാലും നമ്മൾ പറഞ്ഞു DTE ആണ് ഡാറ്റനെ ജനറേറ്റ് ചെയ്യുന്നത്, എന്നിട്ട് അതെന്ത് ചെയ്യും, DCEയിലേക്ക് പാസ് ചെയ്യും. The DCE convert the data to the form of acceptable to the transmission medium and send converted signal to the another DCE on the network. എന്നിട്ട് എന്ത് ചെയ്യും, ഈ DTE ജനറേറ്റ് ചെയ്ത ഡാറ്റനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു നെറ്റ്വർക്കിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നിട്ട് റിസീവിങ് എൻഡിലുള്ള DCE അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് വീണ്ടും അത് DTEയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ സെക്കൻഡ് DCE ടേക്സ് ദ സിഗ്നൽ ഓഫ് ദ ലൈൻ, കൺവേർട്ട് ഇറ്റ് ടു എ ഫോം യൂസബിൾ ബൈ ഇറ്റ്സ് DTE ആൻഡ് ഡെലിവർ ഇറ്റ്. ഇനി റിസീവിങ് സൈഡിലാണ് എന്നുണ്ടെങ്കിൽ റിസീവിങ് സൈഡിലുള്ള DCE ആദ്യം എന്ത് ചെയ്യും, നെറ്റ്വർക്കിലുള്ള ഡാറ്റനെ റിസീവ് ചെയ്യും. എന്നിട്ടത് റിസീവ് ചെയ്തിട്ട് അതിനെ വീണ്ടും കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിനെ DTEയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടു മേക്ക് ദിസ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ബോത്ത് സെൻഡിങ് ആൻഡ് റിസീവിങ് സൈഡ് DCEs മസ്റ്റ് യൂസ് സെയിം മോഡുലേറ്റിംഗ് മെത്തേഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിസീവിങ് എൻഡിലും അതുപോലെ സെൻഡർ എൻഡിലും എന്ത് വേണം,
ഈ പറഞ്ഞിട്ടുള്ള DTE ആൻഡ് DCE ടെർമിനൽസ് വേണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ റിസീവിങ് എൻഡിലുള്ള DCയും അതുപോലെ സെൻറ്ററിലുള്ള DCയും സെയിം മോഡുലേറ്റിംഗ് മെത്തേഡിലായിരിക്കണം. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, ഇതാണ് DTE-DCE ഇൻ്റർഫേസ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് EIA 232 ഇൻ്റർഫേസ്. ഇത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള DTE-DCEൻ്റെ ഒരു ഇൻ്റർഫേസാണ്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ കാണുന്നുണ്ടോ, ഈ ഒരു ഇടയിൽ നമ്മൾ കൊടുക്കുന്ന DTE-DCEൻ്റെയും ഇടയിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ബ്ലൂ കളറിൽ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻ്റർഫേസിനെയാണ് എന്ത് പറയുന്നത്, EIA 232 ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോമൺലി മെയിൻലി യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് EIA 232D ഇൻ്റർഫേസ് ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഡെവലപ്ഡ് ബൈ EIA. EIAൻ്റെ ഫുൾ ഫോം എന്താണ്, ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ EIA ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് EIA 232 ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിഫൈൻസ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ DTE ആൻഡ് DCE. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള DTEൻ്റെയും DCEൻ്റെയും ഇൻ ബിറ്റ്വീനായിട്ട് ഒരു ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ്റർഫേസ് ആണ് EIA 232 ഇൻ്റർഫേസ്. ഓക്കെ, ഇറ്റ് ഡിഫൈൻസ് നോട്ട് ഓൺലി ദ കണക്ടേഴ്സ് to be used but also specific cable and plugs and specific functionalities of each pin. അതായത് ഇതിൽ നമ്മൾ ഏത് കണക്ടേഴ്സാണ് യൂസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിഫൈൻ ചെയ്യുന്നില്ല. ഇതിൽ മെയിൻലി ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും കേബിള്, പ്ലഗ്സ്, അതുപോലെ അതിൻ്റെ ഫങ്ഷനാലിറ്റീസ്. ഇതൊക്കെ ആയിരിക്കും ഓരോ പിന്നിൻ്റെയും സ്പെസിഫിക് ഫങ്ഷനാലിറ്റി എന്താണ്, ഇതൊക്കെയാണ് ഇതിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് EIA 232 is one important interface standard which define following characteristics of interface between DTE and DCE. ഇതിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. EIA 232 നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ഫസ്റ്റ് ഓഫ് ഓൾ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഫങ്ഷണൽ. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ഈ EIA 232 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ മെക്കാനിക്കൽ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കുക. ഇറ്റ് ഗിവ്സ് ഡീറ്റെയിൽസ് ഓഫ് മെക്കാനിക്കൽ ഡയമെൻഷൻ ആൻഡ് ടൈപ്പ് ഓഫ് കണക്ടേഴ്സ് ടു ബി യൂസ്ഡ് ഓൺ ദ ഡിവൈസ് ആൻഡ് മീഡിയം. ഈ മെക്കാനിക്കൽ സ്പെസിഫിക്കേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ ഡയമെൻഷനാണ് ഗിവ് ചെയ്യുന്നത്. അതായത് നമ്മളെ മീഡിയത്തിൽ അല്ലെങ്കിൽ ഡിവൈസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കണക്ടേഴ്സ് ഏതാണ്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മെക്കാനിക്കൽ സ്പെസിഫിക്കേഷനിൽ പറയുന്നത്. ഇനി പിൻ അസൈൻമെൻറ്റ് ഓഫ് ദ കണക്ടേഴ്സ് ആർ ഓൾസോ സ്പെസിഫൈഡ്. അതായത് ഈ കണക്ടേഴ്സിൻ്റെ പിൻ അസൈൻമെൻറ്റ് എന്തായിരിക്കും, സ്പെസിഫൈഡ് ആയിരിക്കും. ഇതെല്ലാം സ്പെസിഫൈ ചെയ്യുന്നത് മെക്കാനിക്കൽ സ്പെസിഫിക്കേഷനിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷനിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഡിഫൈൻ ദ പെർമിസിബിൾ ലിമിറ്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് അപ്പിയറിംഗ് അറ്റ് ദ ഇൻ്റർഫേസ് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ്, കറണ്ട്, ഇമ്പിഡൻസ്, റൈസ് ടൈം എക്സെട്ര. അതായത് നമ്മൾ ഈ ഒരു സിഗ്നലിൽ നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ ലിമിറ്റ്സ് അതാണ് ഇതിൽ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇൻ ദ വോൾട്ടേജിൻ്റെ കറസ്പോണ്ടൻസിൽ കറണ്ട്, ഇമ്പിഡൻസ്, റൈസ് ടൈം, ഇതിൻ്റെയൊക്കെ ടേമിൽ നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ ലിമിറ്റ്, പെർമിറ്റബിളായിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ ലിമിറ്റാണ് എന്ത് പറയുന്നത് ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷനിൽ പറയുന്നത്. ഇറ്റ് റിക്വയർഡ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മീഡിയം ആൾസോ സ്പെസിഫൈഡ്. ഇതിൽ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മീഡിയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് വേരിയസ് കൺട്രോൾ സിഗ്നൽസ്. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന വേരിയസ് കൺട്രോൾ സിഗ്നൽസിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫങ്ഷണൽ സ്പെസിഫിക്കേഷനിലാണ് കേട്ടോ.
നെക്സ്റ്റ് പ്രൊസീജിയറൽ സ്പെസിഫിക്കേഷനിൽ എന്തായിരിക്കും? ഇൻഡിക്കേറ്റ് ദ സീക്വൻസ് ഇൻ വിച്ച് കൺട്രോൾ സിഗ്നൽസ് ആർ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഫിസിക്കൽ ലെയർ ഫോർ ക്യാരിയിങ് ഔട്ട് ദെയർ ഫങ്ഷൻസ്. അതായത് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഫിസിക്കൽ ലെയേഴ്സിൽ നമ്മൾ പറഞ്ഞ ഒരുപാട് ലെയേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഫിസിക്കൽ ലെയേഴ്സിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ സിഗ്നൽസിൻ്റെ സീക്വൻസ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊസീജിയറൽ സ്പെസിഫിക്കേഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി EIA 232 interface is applicable to the following modes of transmission. എവിടേക്കാണ് EIA 232 interface applicable ആയിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ സീരിയൽ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റയുടെ സീരിയൽ ട്രാൻസ്മിഷനിൽ EIA 232 ഇൻ്റർഫേസ് ആപ്ലിക്കബിൾ ആണ്. ദെൻ അതുപോലെ തന്നെ സിങ്ക്രണസ് ആൻഡ് ആസിങ്ക്രണസ് ട്രാൻസ്മിഷൻ ഓഫ് ദ ഡാറ്റ, പോയിൻറ്റ് ടു പോയിൻറ്റ് ആൻഡ് പോയിൻറ്റ് ടു മൾട്ടി പോയിൻറ്റ് വർക്കിംഗ്, പോയിൻറ്റ് ടു പോയിൻറ്റിലും പോയിൻറ്റ് ടു മൾട്ടി പോയിൻറ്റ് വർക്കിങ്ങിലും എന്താണ്? EIA 232 ഇൻ്റർഫേസ് ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ഹാഫ് ഡ്യൂപ്ലെക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സിലും ഫുൾ ഡ്യൂപ്ലെക്സിലും എന്ത് ചെയ്യാണ്? EIA 232 ആപ്ലിക്കബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് x.21 is a state driven protocol running full duplex at 9600 bps and 64 kbps with subscriber network. അതായത് ഇതിൽ x.21 എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഡ്രിവൻ പ്രോട്ടോക്കോളാണ്. ഫുൾ ഡ്യൂപ്ലെക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഡ്രിവൻ പ്രോട്ടോക്കോളാണ് x.21 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് 9600 bps to 64 kbps വരെയാണ് കേട്ടോ. ഇനി ഇതെന്ന് പറയുന്നത് x.21 എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട് സ്വിച്ചിങ് പ്രോട്ടോക്കോളാണ്. x.21 എന്ന് പറയുന്നത് സർക്യൂട്ട് സ്വിച്ചിങ് പ്രോട്ടോക്കോളാണ്. ആൻഡ് ദ ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് ഈസ് ട്രാൻസ്പെറൻറ്റ് ടു ദ നെറ്റ്വർക്ക്. ഇതിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മളെ നെറ്റ്വർക്ക് ലെയറിൽ പോലെ തന്നെയാണ്. അതായത് നെറ്റ്വർക്ക് ലെയറിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് x.21 നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, എനി ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ത്രൂ ദ നെറ്റ്വർക്ക് ആഫ്റ്റർ കോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈസ് മെയ്ഡ് സക്സസ്ഫുള്ളി വയ x.21 പ്രോട്ടോക്കോൾ. അപ്പോൾ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏത് ഡാറ്റ ആയിക്കോട്ടെ അതിന് നമ്മൾ നെറ്റ്വർക്ക് വഴി ഡാറ്റ ട്രാൻസ്ഫറിങ് ചെയ്യുകയാണ്. അപ്പോൾ കോൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് മുതൽ അത് കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുള്ളി ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആക്കുന്നത് ആരാണ്? x.21 പ്രോട്ടോക്കോളാണ് എന്ന് പറയാം. ഓക്കെ, ഇനി ദ സിഗ്നൽസ് ഓഫ് x.21 ഇൻ്റർഫേസ് ആർ പ്രസൻറ്റഡ് ഓൺ 15 പിൻ കണക്റ്റേഴ്സ്. ഇതിലുള്ള സിഗ്നൽസ് അതായത് x.21 ഇൻ്റർഫേസിൻ്റെ സിഗ്നൽസ് പ്രസൻറ്റ് ചെയ്യുക 15 പിൻ കണക്റ്റേഴ്സിലാണ്. ഇനി x.21 പ്രൊവൈഡ് 8 സിഗ്നൽസ്. ഇതിൽ x.21 8 സിഗ്നൽസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റാണ് സിഗ്നൽ ഗ്രൗണ്ട്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുക G എന്ന് വെച്ചിട്ടാണ് കേട്ടോ. സിഗ്നൽ ഗ്രൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുക G എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ദിസ് സിഗ്നൽ മേ ബി കണക്റ്റഡ് ടു ദ പ്രൊട്ടക്റ്റീവ് ഗ്രൗണ്ട് അല്ലെങ്കിൽ എർത്ത്. എർത്തിലേക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്ന സിഗ്നലാണെന്ത്? സിഗ്നൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ G ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി DTE കോമൺ റിട്ടേൺ അത് ഇൻഡിക്കേറ്റ് ചെയ്യുക GA എന്നുള്ളതാണ്. ദിസ് സിഗ്നൽ പ്രൊവൈഡ്സ് റെഫറൻസ് ഗ്രൗണ്ട് ഫോർ റിസീവേഴ്സ് ഇൻ ദ DCE ഇൻ്റർഫേസ്. ഈ DCE ഇൻ്റർഫേസിൽ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആണ് ഇതിൽ DTE കോമൺ റിട്ടേണിൽ പറയുന്നത്. ഓക്കെ, അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്മിറ്റിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക T എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ദിസ് ക്യാരി ബൈനറി സിഗ്നൽസ് വിച്ച് ക്യാരി ഡാറ്റ ഫ്രം DTE ടു DCE. അതായത് DTE മുതൽ DCE വരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഡാറ്റാൻ്റെ ബൈനറി സിഗ്നൽസാണ് ട്രാൻസ്മിറ്റിലുണ്ടാവുക കേട്ടോ. ബൈനറി സിഗ്നൽസാണ് ട്രാൻസ്മിറ്റിലുണ്ടാവുക. അതിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ T എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. ദെൻ റിസീവ് R എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്യുക. കൺട്രോൾഡ് ബൈ DTE ടു ഇൻഡിക്കേറ്റ്
to the DCE the meaning of data on the transmit സർക്യൂട്ട്. അതായത് ഇതിനെ കൺട്രോൾ ചെയ്യാറാണ് DTE ആയിരിക്കും. അതായത് റിസീവർ സൈഡിലുള്ള DTE DC അതിൻ്റെ DCയിൽ നിന്ന് ഡാറ്റ സെൻഡ് ചെയ്തത് നോക്കിയിട്ടാണ് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക അത് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇതാണ് റിസീവ് അല്ലെങ്കിൽ R എന്നുള്ള സിഗ്നൽ. ഇനി ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ I എന്നുള്ള സിഗ്നൽ. The DCE control this circuit to indicate to the DTE type of data on the receiver line. റിസീവർ ലൈനിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഉണ്ടല്ലോ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള DCE കൺട്രോൾസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ I എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ദെൻ സിഗ്നൽ എലമെൻറ്റ് ടൈമിംഗ് അല്ലെങ്കിൽ S എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക, സിഗ്നൽ എലമെൻറ്റ് ടൈമിംഗ്. This provide DTE or DCE with timing information for sampling the receive line or transmit line. സിഗ്നൽ എലമെൻറ്റ് ടൈമിംഗ് അല്ലെങ്കിൽ എസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് DTE അല്ലെങ്കിൽ DCE വിത്ത് ടൈമിംഗ് ഇൻഫോർമേഷൻ ആണ്. ടൈമിംഗ് ഇൻഫോർമേഷൻ ഫോർ സാമ്പിളിംഗ് ദ റിസീവിംഗ് ലൈൻ ഓർ ട്രാൻസ്മിറ്റ് ലൈൻ. റിസീവിംഗ് ലൈനിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ലൈനിൻ്റെ ഒരു സാമ്പിളിങ് അതിൻ്റെ ടൈം ഇൻഫോർമേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള DTE അല്ലെങ്കിൽ DCEനെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ബൈറ്റ് ടൈമിംഗ് അല്ലെങ്കിൽ B, ഇത് ഈ ഒരു സിഗ്നൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ദിസ് സർക്യൂട്ട് ഈസ് നോർമലി ഓൺ ആൻഡ് പ്രൊവൈഡ് ദ DTE വിത്ത് 8-bit ബൈറ്റ് എലമെൻറ്റ് ടൈമിംഗ്. ഈ ഒരു സർക്യൂട്ട് മെയിൻലി നോർമലി എന്തായിരിക്കും ഓൺ ആയിരിക്കും. ഇത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്താണ് DTE വിത്ത് 8-bit ബൈറ്റ് എലമെൻറ്റ് ടൈമിംഗ്. 8-bit ബൈറ്റ് എലമെൻറ്റ് ടൈമിംഗ് ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, അതോടുകൂടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മുതൽ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.